നമസ്കാരം. ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ കിളികൾ ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഉണ്ണിമിശിഹ ദേവാലയത്തിൽ നാലാമത്തെ വൈദികനായി റജുൻ ബ്രദർ റജുൻ വൈദികൻ റജുൻ അച്ഛൻ 1993 രജുൻ പൂജാതനായി. 2006 ബിഷപ്പിന്റെ അനുഗ്രഹത്താൽ സ്ഥൈര്യം സ്വീകരിച്ചു. വർഷങ്ങളോളം മംഗലാപുരം ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു. തന്റെ സ്വന്തം ദൈവാലയമായ കിളിയൂർ ഉണ്ണിമിശിഹ ദേവാലയം 2025 മാർച്ച് 1 വൈദികനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിതാവ് ഡേവിഡ്, മാതാവ് വസന്ത, സഹോദരി ബിൻസി. നാടിനും നാട്ടാർക്കും സമൂഹത്തിനും നല്ലൊരു മാതൃകയാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ കിളിയൂർ ഉണ്ണിമിശിഹ ദേവാലയം. ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഉണ്ണിമിശിഹ ദേവാലയത്തിൽ നാലാമത്തെ വൈദികനായി റജുൻ ബ്രദർ, ഇനി റജുൻ വൈദികൻ, റജുൻ അച്ഛൻ. 1993 രജുൻ ഭൂജാതനായി. 2006 ബിഷപ്പിൻ്റെ അനുഗ്രഹത്താൽ സ്ഥൈര്യ ലേപനം സ്വീകരിച്ചു. വർഷങ്ങളോളം മംഗലാപുരം ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു. തൻ്റെ സ്വന്തം ദൈവാലയമായ കിളിയൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ 2025 മാർച്ച് 1 വൈദികനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിതാവ് ഡേവിഡ്, മാതാവ് വസന്ത, സഹോദരി ബിൻസി. നാടിനും നാട്ടാർക്കും സമൂഹത്തിനും നല്ലൊരു മാതൃകയാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും വന്ന് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര പ്രദേശത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.